വെൽക്കം ബാക്ക്. ഫ്രേസൽ വെർബ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇംഗ്ലീഷിൽ ഒത്തിരി ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഏറ്റവും കോമൺ ആയതെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്നും നമുക്ക് ഉപയോഗിക്കാവുന്ന ചില ഫ്രേസൽ വെർബ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെസൺ മുഴുവനായി കാണുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ഫ്രേസൽ വെർബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വെർബിന് ശേഷം ഒരു പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു അഡ്വർബ് പാർട്ടിക്കിൾ, ഒന്നോ അതിൽ കൂടുതലോ അഡ്വർബ് പാർട്ടിക്കിൾ ചേർത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെർബിനാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. ഫ്രേസൽ വെർബിന്റെ മീനിങ് പലപ്പോഴും അതിലെ ഇൻഡിവിജ്വൽ വേർഡ്സിന്റെ മീനിങ്ങുമായി ഒരു തരത്തിലും റിലേറ്റഡ് ആവണമെന്നില്ല. അതുതന്നെയാണ് പ്രശ്നവും. കാരണം നമുക്കൊരു ഫ്രേസൽ വെർബ് കേൾക്കുമ്പോൾ അതിന്റെ മീനിങ് ഊഹിക്കാൻ വിഷമമാണ്. ഏറ്റവും കോമൺ ആയ ഫ്രേസൽ വെർബ്സിന്റെ യൂസ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമ്മൾ എഴുതുമ്പോൾ ഫ്രേസൽ വെർബ്സ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ ഇത് വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോമൺ ആയ ഫ്രേസൽ വെർബ്സ് നമുക്ക് ശരിയായി ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ നമുക്ക് വളരെയധികം അത് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ച് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ മുത്തശ്ശിയെ പോയി കണ്ടു. വിസിറ്റ് ചെയ്തു, അതാണ് നമുക്ക് പറയേണ്ടത്. വിസിറ്റിന് പകരമായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ യൂസ് ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക്, ഓൺ മൈ വേ ഹോം ഫ്രം വർക്ക്. ജോലി സ്ഥലത്ത് നിന്ന് എന്നതിന് ഫ്രം വർക്ക് എന്ന് പറയും. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നതിന് ഓൺ മൈ വേ ഹോം, അതങ്ങനെയാണ് പറയുക. ഞാൻ മുത്തശ്ശിയെ പോയി കണ്ടു. ഐ വിസിറ്റഡ് ഗ്രാൻഡ് മദർ എന്ന് പറയാം. അതല്ല പക്ഷെ നമ്മളിവിടെ പറയുന്നത്. അതിന് പകരം നമ്മൾ പറയുന്നത് ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ മൈ ഗ്രാൻഡ് മദർ എന്നാണ്. ഡ്രോപ്പ് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി അനുവാദം ഒന്നും വാങ്ങിക്കാതെ ഒരാളെ പോയി കാണുന്നതിനാണ് നമ്മൾ ഡ്രോപ്പ് ഇൻ എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് വിസിറ്റ് ആയിരിക്കും. നമ്മൾ അധിക സമയമൊന്നും അവിടെ നിൽക്കില്ല. അവരോട് അറിയിച്ചിട്ടുമല്ല നമ്മൾ ചെല്ലുന്നത്. നമ്മൾ വളരെ യാദൃശ്ചികമായി നേരത്തെ ഒരു തീരുമാനമൊന്നും ഇല്ലാതെ ഒരാളെ പോയി കാണുന്നതിന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഡ്രോപ്പ് ഇൻ. ആരെയാണോ പോയി കാണുന്നത് അവരുടെ മുന്നിൽ നമ്മൾ ഓൺ എന്ന വേറൊരു പ്രപ്പോസിഷൻ കൂടി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ മൈ ഗ്രാൻഡ് മദർ. ഐ ഡ്രോപ്ഡ് ഇൻ മൈ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ പോരാ, ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ മൈ ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ മുത്തശ്ശിയെ പോയി കണ്ടു എന്ന്. ഓൺ മൈ വേ ഹോം ഫ്രം വർക്ക്, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക്. ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ മൈ ഗ്രാൻഡ് മദർ. ഡ്രോപ്പ് ഇൻ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഷോർട്ട് വിസിറ്റ്സിന് നമ്മൾ നേരത്തെ അനുവാദം ഒന്നും വാങ്ങിക്കാതെ അല്പസമയം നീണ്ടു നിൽക്കുന്ന വിസിറ്റ്സിന് നമ്മൾ പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഡ്രോപ്പ് ഇൻ. ആരെയാണോ പോയി കണ്ടത് അവരുടെ മുന്നിൽ ഓൺ എന്നൊരു പ്രപ്പോസിഷൻ കൂടി യൂസ് ചെയ്യണം കേട്ടോ. ഇനി ഈ എക്സാമ്പിൾ കൂടി നോക്കൂ. വൈ ഡോണ്ട് യു ഡ്രോപ്പ് ഇൻ ഫോർ എ കോഫി സം ടൈം? ഇതിനർത്ഥം എന്താ? നമ്മൾ ആളുകളോട്, നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ ഒക്കെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഒരു കാപ്പി കുടിക്കാൻ ഇടയ്ക്ക് ഒന്ന് വന്നുകൂടാ? അത്ര ലെങ്തിയായ ഒരു വിസിറ്റിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഒന്ന് വന്ന് കണ്ടു പൊക്കൂടെ എന്ന് ചോദിക്കാനാണ് ഇത് ചോദിക്കുന്നത്. വൈ ഡോണ്ട് യു ഡ്രോപ്പ് ഇൻ ഫോർ എ കോഫി സം ടൈം? എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കണ്ടുകൂടെ? ഐ ഡ്രോപ്ഡ് ഇൻ ടു സീ ദം യെസ്റ്റർഡേ. നമുക്കിത് ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ ദം എന്നും പറയാം, ടു സീ ദം എന്നും പറയാവുന്നതാണ്. ഐ ഡ്രോപ്ഡ് ഇൻ ടു സീ ദം എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കാണാൻ പോയി എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ ദം എന്ന് പറഞ്ഞാലും ഐ ഡ്രോപ്ഡ് ഇൻ ടു സീ ദം എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ഞാൻ അവരെ ഇന്നലെ ഒന്ന് കാണാൻ പോയി. കള്ളന്മാർ പിൻവാതിലിലൂടെ അകത്ത് പ്രവേശിച്ചു. വീടിനകത്ത് അല്ലെങ്കിൽ ബിൽഡിനകത്ത് പ്രവേശിക്കുന്നതിന് നമുക്ക് എൻ്റർ എന്ന് പറയാം. അത് ഫോർമൽ ലാംഗ്വേജ്. ആ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഇൻ. കള്ളന്മാരാവുമ്പോൾ അവർ അതിക്രമിച്ചല്ലേ അകത്ത് കിടക്കുക, അപ്പോൾ നമുക്കതിനെ ബ്രേക്ക് ഇൻ എന്നും പറയാം. ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാലും മതി. കള്ളന്മാർ പിൻവാതിലിലൂടെ അകത്ത് പ്രവേശിച്ചു. കള്ളന്മാർ എന്ന് പറയുമ്പോൾ തീവ്സ്. ദ തീവ്സ് ഗോട്ട് ഇൻ. ഗെറ്റ് ഇൻ എന്നതിന്റെ പാസ്റ്റ് ഫോമാണ് ഗോട്ട് ഇൻ. പ്രവേശിച്ചു എന്നല്ലേ നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഗെറ്റിന്റെ വീട്ടുവായ ഗോട്ട് ഉപയോഗിച്ചു. ഗോട്ട് ഇൻ ത്രൂ ദ ബാക്ക് ഡോർ. പിൻവാതിലിലൂടെ അവർ അകത്തേക്ക് പ്രവേശിച്ചു. പിന്നിലുള്ള വാതിലിലൂടെ, ബാക്ക് ഡോർ. The thieves got in through the back door. പിന്നിലുള്ള വാതിലിലൂടെ കള്ളന്മാർ അകത്തേക്ക് പ്രവേശിച്ചു. വാതിലിലൂടെ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ത്രൂ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഗോട്ട് ഇൻ എന്ന് പറയുമ്പോൾ അകത്തേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. അവൻ യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. ഹി വെന്റ് ടു യൂണിവേഴ്സിറ്റി. പക്ഷെ ഏതാനും മാസങ്ങൾക്ക് ശേഷം പഠനം നിർത്തി. നമ്മൾ പഠനം പൂർത്തിയാക്കാതെ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിനെ കുറിച്ച് പറയുന്ന ഫ്രേസൽ വെർബാണ് ഡ്രോപ്പ് ഔട്ട്. കോളേജിൽ നിന്ന് പോന്നു എന്നതിന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ഓഫ് കോളേജ് എന്ന് പറയും. ആ കോളേജ് അവിടെ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് എന്ന് മാത്രമേ പറയൂ. ഹി വെന്റ് ടു യൂണിവേഴ്സിറ്റി ബട്ട് ഡ്രോപ്ഡ് ഔട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്.
ഹി വെന്റ് ടു യൂണിവേഴ്സിറ്റി ബട്ട് ഡ്രോപ്ഡ് ഔട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. നമ്മളിവിടെ ഡ്രോപ്ഡ് ഔട്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ അതിനുശേഷം കോളേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് എന്ന് പറയും. ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് കോളേജ് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് എന്ന് പറയാം. ഹി ഡ്രോപ്ഡ് ഔട്ട് കോളേജ് എന്ന് പറഞ്ഞാൽ പോരാ, കോളേജിന് മുന്നിൽ പിന്നെ നമ്മളവിടെ ഓഫ് എന്ന പ്രിപ്പോസിഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് കോളേജ്. പക്ഷെ ആ കോളേജ് അവിടെ ഇല്ലെങ്കിൽ ഡ്രോപ്ഡ് ഔട്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹി വെന്റ് ടു യൂണിവേഴ്സിറ്റി ബട്ട് ഡ്രോപ്ഡ് ഔട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം പഠനം നിർത്തിയിട്ട് പോന്നു. ഞാൻ അവന് കുറച്ച് പണം കടം നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഐ പ്രോമിസ്ഡ്. എന്താണ് പ്രോമിസ് ചെയ്തത്? കുറച്ച് പണം നൽകാമെന്ന്. ഐ പ്രോമിസ് ടു ലെൻഡ് ഹിം സം മണി. അവന് കുറച്ച് പണം നൽകാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. ഐ പ്രോമിസ് ടു ലെൻഡ് ഹിം സം മണി. ഇനി അതിൽ നിന്ന് പിന്മാറാൻ ആവില്ല. Now I can't get out of it. I promised to lend him some money. Now I can't get out of it. ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഇനി പിന്മാറാനാവില്ല. Get out of എന്ന ഫ്രേസൽ വെർബിന് അങ്ങനെ ഒരു യൂസ് കൂടിയുണ്ട്. Now I can't get out of it. നമുക്കിവിടെ ഗെറ്റിന് പകരം ബാക്ക് ഉപയോഗിക്കാം. Now I can't back out of it എന്ന് പറയാം. നമ്മൾ കൊടുത്തൊരു വാക്കിൽ നിന്ന് പിന്മാറാനാവില്ല എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. Now I can't back out of it. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. Now I can't go back on it എന്നും പറയാം. ഇതിനെല്ലാം ഒരേ അർത്ഥം തന്നെയാണ്. നമ്മളൊരു വാഗ്ദാനം കൊടുത്തു, ഇനി അതിൽ നിന്ന് പിന്മാറാനാവില്ല എന്നർത്ഥം. ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാലും ബാക്ക് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാലും ഗോ ബാക്ക് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ മീനിങ് ആണ്. പലപ്പോഴും നമുക്ക് ഒരേ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ ഒന്നിലധികം ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കാം. പക്ഷെ ആ ഫ്രേസൽ വേർബ്സിനെല്ലാം മറ്റ് യൂസസും കാണും. പ്രധാനപ്പെട്ട ഒരു വിശദാംശവും ഒഴിവാക്കരുത്. വിശദാംശം എന്നതിന് നമുക്ക് ഡീറ്റെയിൽ എന്ന് പറയാം. പ്രധാനപ്പെട്ടത് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ. ഒന്നും ഒഴിവാക്കരുത്. ഒഴിവാക്കുക എന്നതിന് ഒമിറ്റ് ചെയ്യരുത് എന്നർത്ഥം. ഒമിറ്റിന് പകരം നമുക്ക് ലീവ് ഔട്ട് എന്ന് പറയാം. ഡോണ്ട് ലീവ് ഔട്ട് എനി ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ. ലീവ് ഔട്ടിന് പകരം നമുക്ക് അവിടെ ഒമിറ്റ് എന്ന വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്നലെ എൻ്റെ അയൽക്കാരെ സന്ദർശിച്ചു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഐ വിസിറ്റഡ് മൈ നെയ്ബേഴ്സ് യെസ്റ്റർഡേ എന്ന് പറയാൻ നമുക്ക് ആ വിസിറ്റഡ് എന്ന വെർബിന് പകരം നമുക്ക് ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ മൈ നെയ്ബേഴ്സ് എന്നും പറയാം. ഐ ഡ്രോപ്ഡ് ഇൻ ഓൺ മൈ നെയ്ബേഴ്സ് യെസ്റ്റർഡേ. അവർ കഴിഞ്ഞ ആഴ്ചയാണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുന്നതിന്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുന്നതിന് നമ്മൾ പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് മൂവ് ഇൻ. ദേ മൂവ്ഡ് ഇൻ ലാസ്റ്റ് വീക്ക്. അവർ കഴിഞ്ഞ ആഴ്ചയാണ് ഇങ്ങോട്ട് താമസം മാറ്റിയത്. ദേ മൂവ്ഡ് ഇൻ ലാസ്റ്റ് വീക്ക്. ഇവിടെ അവർ പുതിയ വീട്ടിലേക്കാണ് താമസം മാറ്റിയത് എന്ന് നമുക്ക് പറയണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻ അല്ല ഉപയോഗിക്കുക, ഇൻ ടു ആണ് ഉപയോഗിക്കുക. ദേ മൂവ്ഡ് ഇൻ ടു ദെയർ ന്യൂ ഹോം ലാസ്റ്റ് വീക്ക്. അവരുടെ പുതിയ വീട്ടിലേക്ക് അവർ കഴിഞ്ഞ ആഴ്ചയാണ് താമസം മാറ്റിയത്. ആ വീട് അവിടെ ഇല്ലെങ്കിൽ, ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ മൂവ് ഇൻ എന്ന് മാത്രമേ പറയൂ. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നിന് പകരം ഇൻ ടു ആണ് ഉപയോഗിക്കുക. ഐ മൂവ്ഡ് ഇൻ ടു മൈ ന്യൂ ഫ്ലാറ്റ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി. ഇവിടെ മൂവ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ പോരാ. മൂവ് ഇൻ എന്ന ഫ്രേസൽ വെർബിന് ശേഷം അതിൻ്റെ ഒബ്ജക്റ്റായി ന്യൂ ഫ്ലാറ്റ് എന്നൊരു നൗൺ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിന് പകരം അവിടെ ഉപയോഗിക്കുന്നത് ഇൻ ടു ആണ്. ഈ ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇൻ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് ഉള്ളപ്പോഴാണ് നമ്മൾ ഇൻ ടു ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പുറത്തു പോയിരുന്നപ്പോൾ കള്ളന്മാർ അതിക്രമിച്ചു കയറി. ഞങ്ങൾ പുറത്തു പോയിരുന്നപ്പോൾ എന്നതിന് നമുക്ക് വെൻ വി വെന്റ് ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വെൻ വി വേർ എവേ എന്ന് പറയാം. ഞങ്ങൾ വീട്ടിലില്ലായിരുന്നപ്പോൾ എന്നർത്ഥം. കള്ളന്മാർ അതിക്രമിച്ചു കയറുന്നത്. ദ തീവ്സ് ബ്രോക്ക് ഇൻ. ഗോട്ടിൻ എന്ന് പറയുമ്പോൾ കള്ളന്മാർ അകത്ത് കയറി എന്നർത്ഥം. ബ്രോക്കിൻ എന്ന് പറയുമ്പോൾ അതിക്രമിച്ചു കയറി എന്നർത്ഥം. ദ തീവ്സ് ബ്രോക്ക് ഇൻ വൈൽ വി വേർ എവേ. ദ തീവ്സ് ബ്രോക്ക് ഇൻ വൈൽ വി വേർ എവേ. ഞങ്ങൾ വീട്ടിൽ ഇല്ലായിരുന്നപ്പോൾ കള്ളന്മാർ അതിക്രമിച്ചു കയറി. ബ്രേക്ക് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം ആണ് ബ്രോക്ക്. ദ തീവ്സ് ബ്രോക്ക് ഇൻ വൈൽ വി വേർ എവേ. ഞാൻ വായിക്കുന്നതിനിടയിൽ ലൈറ്റ് പോയി. ലൈറ്റ് പോവുക എന്നതിന് നമ്മൾ പറയുക ഗോ ഔട്ട് എന്നാണ്. ഞാൻ വായിക്കുന്നതിനിടയിൽ വെൻ ഐ വാസ് റീഡിങ്, അല്ലെങ്കിൽ വൈൽ ഐ വാസ് റീഡിങ്. ലൈറ്റ് പോയി. ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് വെൻ ഐ വാസ് റീഡിങ്. ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് വൈൽ ഐ വാസ് റീഡിങ്. ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് വെന്റ്. ലൈറ്റ് പോയി എന്നല്ലേ പറയേണ്ടത്, അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. ദ ലൈറ്റ്സ് വെന്റ് ഔട്ട് വൈൽ ഐ വാസ് റീഡിങ്. വൈലിന് പകരം നമുക്ക് വെന്നും ഇവിടെ ഉപയോഗിക്കാം. എൻ്റെ ഫോണിലെ ചാർജ് കഴിയുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് പവർ. പലരും റണ്ണിങ് ഔട്ട് ഓഫ് ബാറ്ററി എന്നും റണ്ണിങ് ഔട്ട് ഓഫ് ചാർജ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ റണ്ണിങ് ഔട്ട് ഓഫ് പവർ എന്നാണ് പറയേണ്ടത്. ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കഴിയുകയാണ് എന്നർത്ഥം, കഴിഞ്ഞു എന്നല്ല. എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം മൈ ഫോൺ ഹാസ് റൺ ഔട്ട് ഓഫ് പവർ എന്നാണ് പറയുക. നമ്മളവിടെ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമുക്കിവിടെ കഴിയുകയാണ് എന്നാണ് പറയേണ്ടത്. ചാർജ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്.
മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് പവർ. ഔട്ട് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. ഔട്ട് ഓഫ് ചാർജ് എന്നോ ഔട്ട് ഓഫ് ബാറ്ററി എന്നോ ഒക്കെ കൊളോക്കിയൽ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. പക്ഷേ കറക്റ്റ് എക്സ്പ്രഷൻ ഇതാണ്, മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് പവർ. പക്ഷേ ചാർജ് ചെയ്യാൻ എവിടെയും സൗകര്യമില്ല. ചാർജ് ചെയ്യണമെങ്കിൽ അതിനൊരു പിൻ വേണമല്ലോ, നമുക്ക് ആ പ്ലഗ് കണക്ട് ചെയ്യാൻ ഒരു പിൻ വേണം. അതില്ല എന്നാണ് പറയേണ്ടത്. അതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്, മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് പവർ ആൻഡ് ദർ ഈസ് നോ വേർ ടു പ്ലഗ് ഇറ്റ് ഇൻ. മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് പവർ ആൻഡ് ദർ ഈസ് നോ വേർ ടു പ്ലഗ് ഇറ്റ് ഇൻ. ഇവിടെ നമ്മൾ പ്ലഗ് ഇൻ എന്ന മറ്റൊരു ഫ്രേസൽ വെർബ് കൂടി യൂസ് ചെയ്തു. അതിന് ഇടയിലാണ് നമ്മൾ ഇറ്റ് എന്ന ഒരു പ്രനോൺ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റായി ഒരു പ്രനോൺ വരുമ്പോൾ അത് ആ ഫ്രേസൽ വെർബിന് ഇടയിലാണ് വരിക. പ്ലഗ് ഇൻ ഇറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, പ്ലഗ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് പ്ലഗിനും ഇന്നിനും ഇടയിൽ വന്നു. നൗൺ ആണെങ്കിൽ നമുക്ക് അതിനെ ഇടയിലും ഉപയോഗിക്കാം, അവസാനവും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യണമെന്ന് കരുതുക, നമുക്കത് ഇങ്ങനെ പറയാം, ഐ വാണ്ട് ടു പ്ലഗ് ഇൻ മൈ ലാപ്ടോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാണ്ട് ടു പ്ലഗ് ഇൻ മൈ ഫോൺ. നമുക്ക് അവിടെ പ്ലഗ് ഇന് ശേഷം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ അത് ഉപയോഗിക്കാം. അത് നൗൺ ആണ്, അത് ആ ഫ്രേസൽ വെർബിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു നൗൺ ആണെങ്കിൽ നമുക്കതിനെ ഇടയിലും ഉപയോഗിക്കാം. പക്ഷെ ലെങ്തി ആയ ഒരു നൗൺ ഫ്രേസ് ആണെങ്കിൽ നമ്മളത് ഫ്രേസൽ വെർബിന് ശേഷം തന്നെയാണ് ഉപയോഗിക്കുക. നമുക്ക് ഐ വാണ്ട് ടു പ്ലഗ് മൈ ഫോൺ ഇൻ എന്നും പറയാം, ഐ വാണ്ട് ടു പ്ലഗ് ഇൻ മൈ ഫോൺ എന്നും പറയാം. പക്ഷെ പ്രനൗൺ ആവുന്ന സമയത്ത് അത് ഫ്രേസൽ വെർബിന് ഇടയിൽ തന്നെ വേണം ഉപയോഗിക്കാൻ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ആൻഡ് ദർ ഈസ് നോ വേർ ടു പ്ലഗ് ഇറ്റ് ഇൻ. പ്ലഗ് ഇൻ ഇറ്റ് അല്ല, പ്ലഗ് ഇറ്റ് ഇൻ. അതങ്ങനെയാണ് നമ്മൾ പറയുന്നത്. റൺ ഔട്ട് ഓഫ് എന്നത് നമുക്ക് ഏത് സാധനം കഴിയുന്നതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. നമുക്ക് റൈസ് ആണ് കഴിയുന്നതെങ്കിൽ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് റൈസ് എന്ന് പറയാം. ഓയിൽ ആണെങ്കിൽ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഓയിൽ എന്ന് പറയാം. സമയമാണ് കഴിയുന്നതെങ്കിൽ നമുക്ക് അതും പറയാം, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം എന്ന് പറയാം. ഫോണിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ചാർജ് കഴിയുന്നു എന്ന് പറയാനും നമുക്ക് മറ്റു രീതികളുണ്ട്. നമുക്കിത് ഇങ്ങനെ പറയാം, മൈ ബാറ്ററി ഈസ് ഡൈയിങ് എന്ന് പറയാം. ഇത് ഇംഗ്ലീഷിൽ നോർമലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ്, മൈ ബാറ്ററി ഈസ് ഡൈയിങ്. എൻ്റെ ബാറ്ററിയിലെ ചാർജ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ജ്യൂസ്. വളരെ ഇൻഫോർമൽ സ്റ്റൈലാണ്, മെയിൻലി യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് പവർ എന്ന് പറയുന്നത് എല്ലാ ഇംഗ്ലീഷിലും ആക്സെപ്റ്റബിൾ ആണ്, അതാണ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. വളരെ ഇൻഫോർമലായി നമുക്ക് മൈ ഫോൺ ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് ജ്യൂസ് എന്നും പറയാവുന്നതാണ്. വാച്ച്മാൻ ഞങ്ങളെ അകത്തേക്ക് കടത്തിവിട്ടില്ല. അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് പറയേണ്ടത്. അതായത് നമ്മളെ അനുവദിച്ചില്ല, നമ്മളെ പോവാൻ സമ്മതിച്ചില്ല എന്ന്. അതിന് നമുക്ക് ലെറ്റ് ഇൻ എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ദ വാച്ച്മാൻ അകത്തേക്ക് കടത്തി വിട്ടില്ല എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു വെർബാണ് വേണ്ടത്, നെഗറ്റീവ് വെർബാണ് വേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും. ഡിഡിൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് വേർബ്സ് ഉണ്ടാക്കുന്നത്. ഇതപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം, ദ വാച്ച്മാൻ ഡിഡിൻ ലെറ്റ് അസ് ഇൻ. ദ വാച്ച്മാൻ ഡിഡിൻ ലെറ്റ് അസ് ഇൻ. ഇവിടെയും നമ്മൾ അസ് എന്ന പ്രനോൺ ലെറ്റ് ഇൻ എന്ന ഫ്രേസൽ വെർബിന് ഇടയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കാം. ലെറ്റ് ഇൻ എന്ന ഫ്രേസൽ വെർബിന് ഇടയിലാണ് നമ്മൾ അസ് ഉപയോഗിക്കുന്നത്. കാരണം പ്രനോൺസ് എപ്പോഴും ഫ്രേസൽ വെർബിന് ഇടയിലാണ് വരിക, അത് ഫ്രേസൽ വെർബിന് ശേഷമല്ല വരിക. ദ വാച്ച്മാൻ ഡിഡിൻ ലെറ്റ് അസ് ഇൻ. അകത്തേക്ക് ഞങ്ങളെ കടത്തിവിട്ടില്ല. ഇവിടെ അസ് എന്ന പ്രനോണിന് പകരം വിസിറ്റേഴ്സ് പോലെ ഒരു നൗൺ ആയിരുന്നു ഒബ്ജക്റ്റ് എങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെറ്റ് ദ വിസിറ്റേഴ്സ് ഇൻ എന്നും പറയാം, ലെറ്റ് ഇൻ ദ വിസിറ്റേഴ്സ് എന്നും പറയാം. നൗൺ ആവുന്ന സമയത്ത്, ഒബ്ജക്റ്റ് നൗണായി വരുന്ന സമയത്ത് അത് ഫ്രേസൽ വെർബിന് നമുക്ക് അവസാനവും ഉപയോഗിക്കാം, അത് ഫ്രേസൽ വെർബിന് ഇടയിലും യൂസ് ചെയ്യാം. പോകുന്നതിന് മുമ്പ് ലൈറ്റ് കെടുത്തുക. ഇലക്ട്രിക് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തും ഓഫ് ചെയ്തുമാണല്ലോ ഇത് കെടുത്തുക. അത് നമുക്ക് സ്വിച്ച് ഓൺ എന്നും സ്വിച്ച് ഓഫ് എന്നും പറയാം. അതുപോലെ തന്നെ ടേൺ ഓൺ എന്നും ടേൺ ഓഫ് എന്നും പറയാം. മറ്റു വിളക്കുകൾ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാം, നമുക്ക് ടേൺ ഔട്ട് എന്നും പറയാം, കെടുത്തുക എന്ന അർത്ഥത്തിൽ. പോകുന്നതിന് മുമ്പ് ലൈറ്റ് കെടുത്തുക. ടേൺ ഔട്ട് ദ ലൈറ്റ് ബിഫോർ ലീവിങ്, അല്ലെങ്കിൽ ടേൺ ഓഫ് ദ ലൈറ്റ് ബിഫോർ ലീവിങ്. ഇലക്ട്രിക് ലൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഓണും ഓഫും ഉപയോഗിക്കുന്നത്. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ബിഫോർ ലീവിങ് എന്ന് നമുക്ക് പറയാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇലക്ട്രിക് ലൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ഉപയോഗിക്കുന്നത്. എല്ലാം നന്നായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങളൊക്കെ ഒടുവിൽ ശരിയായി വരും എന്ന് നമ്മളൊരു ഹോപ്പ് എക്സ്പ്രസ് ചെയ്യില്ലേ. ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഭാവിയിൽ അതെല്ലാം പരിഹരിക്കപ്പെട്ട് ശരിയായി വരും എന്ന അർത്ഥത്തിലാണ്. നമുക്കത് രണ്ട് രീതിയിൽ പറയാം, ടേൺ ഔട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വർക്ക്ഔട്ട് എന്ന് പറയാം. ഐ ഹോപ്പ് എവറിഥിങ് ടേൺസ് ഔട്ട് വെൽ, അല്ലെങ്കിൽ ഐ ഹോപ്പ് എവറിഥിങ് വർക്ക്സ് ഔട്ട് വെൽ. ഐ ഹോപ്പിന് ശേഷം നമ്മൾ പൊതുവെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. വിൽ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല, പക്ഷെ പൊതുവെ നമ്മളിവിടെ ഈ ഒരു ആശയം എക്സ്പ്രസ് ചെയ്യാൻ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എവറിത്തിങ് ടേൺസ് ഔട്ട് വെൽ അല്ലെങ്കിൽ വർക്ക്സ് ഔട്ട് വെൽ എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണിത്.
എവരിത്തിങ് ഒരു സിംഗുലർ എക്സ്പ്രഷൻ ആണ്, അതിനുശേഷം നമ്മൾ സിംഗുലർ വെർബ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ ഹോപ്പ് എവരിത്തിങ് വർക്ക്സ് ഔട്ട് വെൽ. രാഹുൽ എന്താണ് ആ കമ്പനി വിട്ടത്? രാഹുൽ ഒരു കമ്പനിയിൽ ചേർന്നു, പിന്നീട് ആ കമ്പനി വിട്ടു. വൈ ഡിഡ് രാഹുൽ ലീവ് ദാറ്റ് കമ്പനി? രാഹുൽ എന്താണ് ആ കമ്പനി വിട്ടത്? പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡ് ഉപയോഗിച്ചത്. രാഹുൽ ലെഫ്റ്റ് ദാറ്റ് കമ്പനി, അതാണ് അതിൻ്റെ അഫർമേറ്റീവ് ഫോം. ആ ലെഫ്റ്റ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഡിഡ് ലീവ്. വൈ ഡിഡ് രാഹുൽ ലീവ് ദാറ്റ് കമ്പനി? രാഹുൽ എന്തുകൊണ്ടാണ് ആ കമ്പനി വിട്ടത്? അതിന് കാരണമായി പറയുന്നത് അവനും അവൻ്റെ ബോസിനും ഇടയിൽ കാര്യങ്ങൾ ശരിയായില്ല എന്നാണ്. പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിങ്സ് ഡിഡിൻ വർക്ക് ഔട്ട് വെൽ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് ബോസ്. അവനും അവൻ്റെ ബോസിനും ഇടയിൽ കാര്യങ്ങളൊന്നും ശരിയായില്ല. തിങ്സ് ജസ്റ്റ് ഡിഡിൻ വർക്ക് ഔട്ട് വെൽ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് ബോസ്. ഡിഡിൻ വർക്ക് ഔട്ട് എന്നത് വർക്ക്ഡ് ഔട്ട് എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണിത്. തിങ്സ് ജസ്റ്റ് ഡിഡിൻ വർക്ക് ഔട്ട് വെൽ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് ബോസ്. കാര്യങ്ങൾ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ അത്ര ശരിയായിരുന്നില്ല. ഈ അർത്ഥത്തിലാണ് നമ്മൾ വർക്കൗട്ട് ഉപയോഗിക്കുന്നത്. വർക്കൗട്ടിന് തന്നെ നമുക്ക് പ്രോബ്ലംസ്, മാത്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനും നമ്മൾ വർക്കൗട്ട് ഉപയോഗിക്കാറുണ്ട്. ഐ കാൺ വർക്ക് ഔട്ട് ദിസ് പ്രോബ്ലം ഇൻ മൈ മൈൻഡ്. ഇതെനിക്ക് മനസ്സിൽ ഈ കണക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഐ വിൽ ഡു ഇറ്റ് ഓൺ എ പേപ്പർ എന്ന് നമുക്ക് പറയാം. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ദേ വേർ ഗുഡ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ദേ യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. പാസ്റ്റിലുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ് ടു ബി ഉപയോഗിക്കാം. ദേ യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. ദേ വേർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും മതി. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ദേ യൂസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. അവർ പിണങ്ങി എന്നത് എനിക്ക് അത്ഭുതമായി തോന്നുന്നു. ഐ ആം സർപ്രൈസ്ഡ് ടു ഹിയർ ദാറ്റ് ദേ ഹാവ് ഫോളൻ ഔട്ട്. ഒരു റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാണ് പിണങ്ങി പിരിയുന്നതിന് നമുക്ക് ഫോൾ ഔട്ട് എന്ന് പറയാം. ദേ ഹാവ് ഫോളൻ ഔട്ട് എന്നത് ഫോൾ ഔട്ട് എന്നതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോമാണ്. ഐ ആം സർപ്രൈസ്ഡ് ടു ഹിയർ ദാറ്റ് ദേ ഹാവ് ഫോളൻ ഔട്ട്. അവർ പരസ്പരം പിണങ്ങി എന്നത് എനിക്ക് അത്ഭുതകരമായി തോന്നുന്നു. റിലേഷൻഷിപ്സിൽ വരുന്ന ഇത്തരം പിണക്കങ്ങളെ കുറിച്ച് പറയാൻ, ഇത്തരം അകൽച്ചകളെ കുറിച്ച് പറയാൻ നമുക്ക് ഫോൾ ഔട്ട് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. ഹി ഫെൽ ഔട്ട് വിത്ത് ഹിസ് പേരൻസ് ആൻഡ് ലെഫ്റ്റ് ഹോം. അച്ഛനമ്മമാരോട് പിണങ്ങി അവൻ വീട് വിട്ടുപോയി. ഫോൾ ഔട്ടിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷൻ കൂടി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നില്ല. ദേ ഹാവ് ഫോളൻ ഔട്ട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അവിടെ ഒബ്ജക്റ്റ് ഇല്ലാത്തത് കാരണം പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വിത്ത് ഒന്നും ഉപയോഗിച്ചില്ല. ഇവിടെ അച്ഛനമ്മമാരോട് പിണങ്ങി എന്ന് പറയണം. അതുകൊണ്ട് നമ്മളിവിടെ വിത്ത് ഹിസ് പേരൻസ് എന്ന് പറയുന്നുണ്ട്. ഹി ഫെൽ ഔട്ട് വിത്ത് ഹിസ് പേരൻസ് ആൻഡ് ലെഫ്റ്റ് ഹോം. ഹി ഫെൽ ഔട്ട് ഹിസ് പേരൻസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു ഒബ്ജക്റ്റിന് മുന്നിൽ പല ഫ്രേസൽ വേർബ്സിനും മറ്റൊരു പ്രിപ്പോസിഷൻ കൂടി വേണ്ടി വരാറുണ്ട്. നമ്മൾ പരിഹരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. ദർ ആർ സം ഇഷ്യൂസ് ദാറ്റ് വി നീഡ് ടു സോർട്ട് ഔട്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിന് നമുക്ക് സോർട്ട് ഔട്ട് എന്ന് പറയാം. ദർ ആർ സം ഇഷ്യൂസ് വി നീഡ് ടു സോർട്ട് ഔട്ട്. ദാറ്റ് അവിടെ നിർബന്ധമില്ല. ദർ ആർ സം ഇഷ്യൂസ് ദാറ്റ് വി നീഡ് ടു സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാലും ദർ ആർ സം ഇഷ്യൂസ് വി നീഡ് ടു സോർട്ട് ഔട്ട് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ദാറ്റ് ഓപ്ഷണൽ ആണ്. സോർട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നർത്ഥം. ഇതിന് തന്നെ മറ്റൊരു മീനിങ്ങും ഉണ്ട്. ഇപ്പൊ പേപ്പർ എല്ലാം ആകെ അലങ്കോലമായി കിടക്കുകയാണ്, ഒന്നും ഒരു ഓർഡറിലില്ലാതെ കിടക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് ഓർഡറിലാക്കി വെക്കുന്നതിനും നമ്മൾ സോർട്ട് ഔട്ട് എന്ന് തന്നെയാണ് പറയുക. ദീസ് പേപ്പേഴ്സ് ആർ മിക്സ്ഡ് അപ്പ്, പ്ലീസ് സോർട്ട് ദം ഔട്ട്. ദീസ് പേപ്പേഴ്സ് ആർ മിക്സ്ഡ് അപ്പ്. ഈ പേപ്പറുകളെല്ലാം ആകെ കൂടി കലർന്നാണ് ഇരിക്കുന്നത്, അവരെ ഒന്ന് ഓർഡറിൽ വെക്കൂ. പ്ലീസ് സോർട്ട് ദം ഔട്ട്. ദം എന്ന പ്രൊനൗൺ സോർട്ടിനും ഔട്ടിനും ഇടയിലാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റായി, ഒരു ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റായി ഒരു പ്രൊനൗൺ വരുന്ന സമയത്ത് നമ്മൾ ആ പ്രൊനൗണിനെ ആ ഫ്രേസൽ വെർബിന് ഇടയിലാണ് യൂസ് ചെയ്യുന്നത്. ദേ ഹാവിങ് സോർട്ടഡ് ഔട്ട് ദെയർ ഡിഫറൻസസ് യെറ്റ്. ഇതിനർത്ഥം എന്താണ്? അവരവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല, ഇപ്പോഴും അവർക്കിടയിൽ കോൺഫ്ലിക്ട്സ് നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. ദേ ഹാവിൻ സോർട്ടഡ് ഔട്ട് ദെയർ ഡിഫറൻസസ് യെറ്റ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ്. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് അതിനർത്ഥം. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട്. മണിക്കൂറുകൾ എടുത്താണ് ഫയർഫോഴ്സ് തീ അണച്ചത്. തീ അണയ്ക്കുന്നതിന് പുട്ട് ഔട്ട് എന്നാണ് പറയുന്നത്. എക്സ്റ്റിങ്ക്വിഷ്, അതാണ് അതിന്റെ പ്രോപ്പറായ വെർബ്. നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് പുട്ട് ഔട്ട്. ദ ഫയർഫോഴ്സ് ടുക്ക് അവേഴ്സ് ടു പുട്ട് ഔട്ട് ദ ഫയർ. ദ ഫയർഫോഴ്സ് ടുക്ക് അവേഴ്സ് ടു പുട്ട് ഔട്ട് ദ ഫയർ. തീ അണയ്ക്കുന്നതിന് പുട്ട് ഔട്ട് എന്ന് പറയും. ദ ഫയർഫോഴ്സ് ടുക്ക് അവേഴ്സ് ടു എക്സ്റ്റിങ്ക്വിഷ് ദ ഫയർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയാം. ഞങ്ങൾ കരുതിയത് അവൻ ചൈനീസ് ആണെന്നായിരുന്നു, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ കൊറിയൻ ആയിരുന്നു. നമ്മൾ ആദ്യം എന്തെങ്കിലും ഒന്ന് കരുതി, പക്ഷെ പിന്നീട് സത്യം അതല്ല എന്ന് തിരിച്ചറിയുമല്ലോ. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ടേൺ ഔട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ കരുതിയത് അവൻ ചൈനീസ് ആണെന്നായിരുന്നു. വി തോട്ട് ദാറ്റ് ഹി വാസ് ചൈനീസ്.
പക്ഷേ അവൻ യഥാർത്ഥത്തിൽ കൊറിയൻ ആയിരുന്നു. But he turned out to be Korean. We thought that he was Chinese, but he turned out to be Korean. നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യം, സത്യം അങ്ങനെയല്ലായിരുന്നു, മറ്റൊരു രീതിയിലായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ടേൺ ഔട്ട് എന്ന് പറയുന്നത്. We thought that he was Chinese, but he turned out to be Korean. അതേപോലെ തന്നെ ആളുകളെ കുറിച്ച് ചില ആളുകളെ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നും അവരൊട്ടും ഫ്രണ്ട്ലി അല്ല എന്ന്. പക്ഷെ പിന്നീട് അവരുമായി അടുത്തറിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവർ വളരെ നൈസ് ആണെന്ന്. അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. We thought that he was very unfriendly, but he turned out to be a nice person. But he turned out to be a nice person. ആദ്യം ഞങ്ങൾ കരുതിയത് അവൻ ഒട്ടും ഫ്രണ്ട്ലി അല്ലെന്നായിരുന്നു. We thought that he was very unfriendly, but he turned out to be a nice person. പക്ഷെ പിന്നീട് അടുത്തറിഞ്ഞ സമയത്ത് വളരെ നല്ലൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ടേൺഡ് ഔട്ട് ടു ബി എ നൈസ് പേഴ്സൺ. ലൈറ്റ് അണയ്ക്കണ്ട, അതായത് ലൈറ്റ് ഉണ്ടായിക്കോട്ടെ, ലൈറ്റ് കത്തിക്കോട്ടെ എന്ന അർത്ഥത്തിൽ എങ്ങനെയാ പറയുന്നത്? ലീവ് ദ ലൈറ്റ്സ് ഓൺ. ലീവ് ദ ലൈറ്റ്സ് ഓൺ. ലൈറ്റ് അണയ്ക്കണ്ട എന്നർത്ഥം. ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് നമ്മളിത് പറയുന്നത്. ലീവ് ദ ലൈറ്റ്സ് ഓൺ. ഇത് തന്നെ നമുക്ക് ഡോൺ ടേൺ ഔട്ട് ദ ലൈറ്റ് എന്നും പറയാം. ഡോൺ ടേൺ ഔട്ട് ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അണയ്ക്കണ്ട എന്ന് തന്നെയാണ് അർത്ഥം. ലീവ് ദ ലൈറ്റ്സ് ഓൺ എന്ന് പറയുമ്പോൾ ലൈറ്റ് അങ്ങനെ തന്നെ കത്തിക്കൊണ്ടിരിക്കട്ടെ എന്നർത്ഥം. പാട്ട് വെക്കണോ നമ്മൾ ചോദിക്കില്ലേ ആരുടെങ്കിലും, ഒരു പാട്ട് വെക്കട്ടെ അല്ലെങ്കിൽ പാട്ട് വെക്കണോ എന്നല്ല, അതിനെ പുട്ട് സം മ്യൂസിക് ഓൺ എന്നാണ് പറയാം. പാട്ട് വെക്കണോ? ഷുഡ് ഐ പുട്ട് സം മ്യൂസിക് ഓൺ. ഷുഡ് ഐ പുട്ട് സം മ്യൂസിക് ഓൺ. ഒരു പാട്ട് വെക്കാമോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ചോദിക്കുക ക്യാൻ യു പുട്ട് സം മ്യൂസിക് ഓൺ എന്നാണ്. ക്യാൻ യു പുട്ട് സം മ്യൂസിക് ഓൺ. പാട്ട് വെക്കാമോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഗോ ഓൺ എന്ന് പറയാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ? എന്താണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ഒരു വിവാഹം നിശ്ചയിച്ചു, പിന്നീട് അത് വേണ്ട, അത് റദ്ദാക്കുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് കോൾ ഓഫ് എന്ന് പറയാം. ദ വെഡ്ഡിങ് ഹാസ് ബീൻ കോൾഡ് ഓഫ്. വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു, ക്യാൻസൽ ആയിരിക്കുന്നു എന്നർത്ഥം. ദ വെഡ്ഡിങ് ഹാസ് ബീൻ കോൾഡ് ഓഫ്. കോൾ ഓഫ് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഇതാണ്, ക്യാൻസൽ ചെയ്തു എന്നർത്ഥം. ദ വെഡ്ഡിങ് ഹാസ് ബീൻ കോൾഡ് ഓഫ്. ഇത് പാസീവ് വോയിസിലാണ് ഈ വെർബ്. അവരവരുടെ വിവാഹം വേണ്ടെന്ന് വെച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ദേ ഹാവ് കോൾഡ് ഓഫ് ദെയർ വെഡ്ഡിങ് എന്നാണ്. ആ ദേ ഹാവ് കോൾഡ് ഓഫ് എന്നതിന്റെ പാസീവ് ഫോം ആണ് ദ വെഡ്ഡിങ് ഹാസ് ബീൻ കോൾഡ് ഓഫ് എന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ പാസീവ് ഫോം ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 ആണ്. ദ വെഡ്ഡിങ് ഹാസ് ബീൻ കോൾഡ് ഓഫ് അല്ലെങ്കിൽ ദേ ഹാവ് കോൾഡ് ഓഫ് ദെയർ വെഡ്ഡിങ്. വെള്ളിയാഴ്ചയിലേക്ക് മീറ്റിംഗ് നീട്ടിവെച്ചിരിക്കുന്നു. മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് നമുക്ക് പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് പറയാം. The meeting has been put off until Friday. The meeting has been put off until Friday. ഇതിനർത്ഥം മീറ്റിംഗ് ഇനി വേറെ ഒരു ദിവസം നടത്താൻ നിശ്ചയിച്ചിരുന്ന മീറ്റിംഗ് ഇനി വെള്ളിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത് എന്നാണ്. The meeting has been put off until Friday. പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം നീട്ടിവെക്കുക എന്നാണ്. അവൻ തന്റെ കോട്ട് ധരിച്ചു പുറത്തുപോയി. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതിന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് പുട്ട് ഓൺ. He put on his coat and went out. അവൻ തന്റെ കോട്ട് ധരിച്ച് പുറത്തുപോയി. He put on his glasses എന്ന് പറയുമ്പോൾ അയാൾ കണ്ണട വെച്ചു എന്നർത്ഥം. നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ ഇനിയും വൈകിക്കാനാവില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നീട്ടി വെക്കുക എന്നതിന് പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നു. അത് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. We can't put off making a decision. ഇനി നമുക്കത് വൈകിക്കാനാവില്ല. We can't put off making a decision. തീരുമാനം ഉടനെ എടുത്തേ മതിയാവൂ എന്നർത്ഥം. We can't put off making a decision. ഇനി അത് നീട്ടിവെക്കാൻ പറ്റില്ല, ഉടനെ തന്നെ തീരുമാനം എടുക്കണം. പുട്ട് ഓഫിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ING ഫോം ആണ് എന്ന് ശ്രദ്ധിക്കുക. ഒരു പ്രിപ്പോസിഷന് ശേഷം ഒരു വെർബ് വരുന്ന സമയത്ത് ആ വെർബ് എല്ലായ്പ്പോഴും അതിൻ്റെ ING ഫോമിൽ തന്നെ ആയിരിക്കണം. ഞാൻ ഒരുപാട് ഭാരം കൂടിയിരിക്കുന്നു. നമ്മൾ വെയിറ്റ് കൂടുന്നതിനെ കുറിച്ച് പറയാനും നമുക്ക് പുട്ട് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. I have put on a lot of weight. ഞാൻ ഒരുപാട് ഭാരം കൂടിയിരിക്കുന്നു. I have put on. ഞാൻ ഭാരം വെച്ചിരിക്കുന്നു എന്നർത്ഥം. ഐ ഹാവ് പുട്ട് ഓൺ എ ലോട്ട് ഓഫ് വെയിറ്റ്. എനിക്ക് ഈ ജാക്കറ്റ് ധരിച്ചു നോക്കാമോ? നമ്മൾ ടെക്സ്റ്റൈൽ സ്റ്റോഴ്സിലെല്ലാം പോയി ഡ്രസ്സ് എടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ധരിച്ചു നോക്കാറില്ലേ, നമുക്ക് പാകമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി? അതാണ് നമുക്കിവിടെ ചോദിക്കേണ്ടത്. എനിക്ക് ഈ ജാക്കറ്റ് ധരിച്ചു നോക്കാമോ? ക്യാൻ ഐ ട്രൈ ഓൺ ദിസ് ജാക്കറ്റ് അല്ലെങ്കിൽ ക്യാൻ ഐ ട്രൈ ദിസ് ജാക്കറ്റ് ഓൺ. രണ്ട് രീതിയിലും ചോദിക്കാം. ഇവിടെ ട്രൈ ഓൺ എന്ന ഫ്രേസൽ വെർബിന്റെ ഒബ്ജക്റ്റായി വന്നിട്ടുള്ളത് ജാക്കറ്റ് എന്ന നൗണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നൗണിനെ ആ ഫ്രേസൽ വെർബിന് ശേഷം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ ഫ്രേസൽ വെർബിന് ഇടയിൽ ഉപയോഗിക്കാം. ക്യാൻ ഐ ട്രൈ ഓൺ ദിസ് ജാക്കറ്റ് അല്ലെങ്കിൽ ക്യാൻ ഐ ട്രൈ ദിസ് ജാക്കറ്റ് ഓൺ. നൗൺ ഒബ്ജക്റ്റായി വരുമ്പോൾ നമുക്ക് രണ്ട് പൊസിഷൻ സാധ്യമാണ്.
ഫ്രേസൽ വെർബിന് ശേഷവും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രേസൽ വെർബിന് ഇടയിൽ ഉപയോഗിക്കാം. പക്ഷെ ഒബ്ജക്റ്റായി വരുന്നത് പ്രനൗൺ ആണെങ്കിൽ അത് ആ ഫ്രേസൽ വെർബിന് ഇടയിൽ തന്നെ വരും. ഈ സെന്റൻസ് നോക്കൂ. ഐ ലൈക്ക് ദിസ് ജാക്കറ്റ്. ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ? ക്യാൻ ഐ ട്രൈ ഓൺ ഇറ്റ് അല്ല, ക്യാൻ ഐ ട്രൈ ഇറ്റ് ഓൺ. ഇവിടെ ഒബ്ജക്റ്റായി വന്നത് ഇറ്റ് എന്ന പ്രനൗൺ ആണ്. അയാൾ തന്റെ ഷൂസ് ഊരി വെച്ചു. ഷൂസ് അതുപോലെ തന്നെ ഡ്രസ്സ് ഊരി മാറ്റുന്നതിന് നമ്മൾ പറയുന്നത് ടേക്ക് ഓഫ് എന്ന ഫ്രേസൽ വെർബാണ്. അയാൾ തന്റെ ഷൂസ് ഊരി വെച്ചു. ഹി ടുക്ക് ഓഫ് ഹിസ് ഷൂസ്. ഇവിടെ നമ്മൾ ടേക്ക് എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമായ ടുക്കാണ് ഉപയോഗിച്ചത്. കാരണം ഊരി വെച്ചു എന്നല്ലേ പറയേണ്ടത്. ഹി ടുക്ക് ഓഫ് ഹിസ് ഷൂസ്. ഷർട്ടാണ് ഊരി വെച്ചതെങ്കിൽ ഹി ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. ഇറ്റ് വാസ് വാം സോ ഐ ടുക്ക് ഓഫ് മൈ കോട്ട്. നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ കോട്ട് അഴിച്ചു മാറ്റി. ഇറ്റ് വാസ് വാം സോ ഐ ടുക്ക് ഓഫ് മൈ കോട്ട്. ഞാൻ മാർക്കറ്റിൽ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. ഇത് തന്നെ ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമുക്ക് പറയാം. നമുക്കിത് ഇങ്ങനെ പറയാം. ഐ ആം ഓഫ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോവുകയാണ്. ഐ ആം ഓഫ് ടു ദ മാർക്കറ്റ്. 1 മണിക്കൂറിൽ തിരിച്ചു വരും. ഐ വിൽ ബി ബാക്ക് ഇൻ എൻ അവർ. ഐ ആം ഓഫ് ടു ദ മാർക്കറ്റ്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റിന് പകരമായിട്ടാണ് ഓഫ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഐ വിൽ ബി ബാക്ക് ഇൻ എൻ അവർ. 1 മണിക്കൂറിൽ ഞാൻ തിരിച്ചു വരും. ബി ബാക്ക് എന്ന് പറയുമ്പോൾ മടങ്ങി വരും എന്നർത്ഥം. ഞാൻ ചെന്നൈയിൽ പോവുകയാണ്. ഐ ആം ഓഫ് ടു ചെന്നൈ. ഐ ആം ഗോയിങ് ടു ചെന്നൈ എന്നതിന് പകരമായി നമുക്ക് ഐ ആം ഓഫ് ടു ചെന്നൈ എന്ന് പറയാം. അവർ അവധിയിൽ പോയിരിക്കുകയാണ്. അവധിയിൽ എന്ന് പറയുമ്പോൾ അവർ ഹോളിഡേയിലാണ് എന്നർത്ഥം. ദേ ആർ ഓഫ് ഓൺ ഹോളിഡേ. ദേ ആർ ഓഫ് ഓൺ ഹോളിഡേ. ഹോളിഡേക്ക് മുന്നിൽ നമ്മൾ ഓൺ എന്നൊരു പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ദേ ആർ ഓൺ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അവർ ഹോളിഡേയിലാണ്, അവധിയിലാണ് എന്നർത്ഥം. ദേ ആർ ഓഫ് ഓൺ ഹോളിഡേ എന്ന് പറയുമ്പോഴോ അവർ അവധിയിൽ പോയിരിക്കുകയാണ് എന്നർത്ഥം. അവളെ യാത്ര അയക്കാനായി ഞാൻ എയർപോർട്ടിൽ പോയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും എല്ലാം അവരെ യാത്ര അയക്കുന്നതിന് വേണ്ടി പോകാറുണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് സീ ഓഫ്. ഞാൻ എയർപോർട്ടിൽ പോയിരുന്നു. ഐ വെന്റ് ടു ദ എയർപോർട്ട്. എന്തിനാ പോയിട്ടുണ്ടായിരുന്നു? അവളെ യാത്ര അയക്കാനായി. ടു സീ ഹെർ ഓഫ്. ഐ വെന്റ് ടു ദ എയർപോർട്ട് ടു സീ ഹെർ ഓഫ്. ടു സീ ഓഫ് ഹെർ അല്ല, സീ ഹെർ ഓഫ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഹെർ എന്ന പ്രൊനൗൺ ആണ്, അതുകൊണ്ട് തന്നെ അത് ഇടയിൽ വന്നു. അർദ്ധരാത്രി വരെ പാർട്ടി തുടർന്നു. ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തു എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വെർബാണ് ഗോ ഓൺ. ദ പാർട്ടി വെന്റ് ഓൺ. അതിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോം. ഗോയുടെ പാസ്റ്റ് സിമ്പിൾ ആണ് വെന്റ്. ദ പാർട്ടി വെന്റ് ഓൺ ടിൽ മിഡ് നൈറ്റ്. അർദ്ധരാത്രി വരെ പാർട്ടി തുടർന്നു. ദ പാർട്ടി വെന്റ് ഓൺ ടിൽ മിഡ് നൈറ്റ്. ടിൽ എന്നോ അൺടിൽ എന്നോ പറയാം. എനിക്ക് ഇവിടെ ജോലി തുടരാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഓൺ വർക്കിംഗ് ഹിയർ, അല്ലെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ക്യാരി ഓൺ വർക്കിംഗ് ഹിയർ. എനിക്ക് ഇവിടെ ജോലി തുടരാൻ താല്പര്യമില്ല. ഗോ ഓൺ ആയാലും ക്യാരി ഓൺ ആയാലും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ING ഫോമാണ്. ഒരു പ്രിപ്പോസിഷന് ശേഷം വെർബ് വരുമ്പോൾ അത് എപ്പോഴും അതിന്റെ ING ഫോമിൽ തന്നെയായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നത് തുടർന്നോളൂ. നമുക്കിത് ക്യാരി ഓൺ എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? പ്ലീസ് ക്യാരി ഓൺ വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് തുടർന്നോളൂ. ഇങ്ങനെ പറയുമ്പോൾ നമ്മളവിടെ വിത്ത് എന്നൊരു പ്രപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. പ്ലീസ് ക്യാരി ഓൺ വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, വാട്ട് യു ആർ ഡൂയിങ്. പ്ലീസ് ക്യാരി ഓൺ, അത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നർത്ഥം. പ്ലീസ് ക്യാരി ഓൺ വിത്ത് വാട്ട് യു ആർ ഡൂയിങ്. നീ ഒരേ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരാളൊരു കാര്യം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് കീപ്പ് ഓൺ. ഇതപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. യു കീപ്പ് ഓൺ ആസ്കിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. നീ ഒരേ ചോദ്യം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. യു കീപ്പ് ഓൺ ആസ്കിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. ആ ഓൺ അവിടെ നിർബന്ധമില്ല, അത് നമുക്ക് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. യു കീപ്പ് ആസ്കിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അവൾ എന്നെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഷീ കീപ്സ് ഓൺ ക്രിട്ടിസൈസിങ് മീ. അവൾ എന്നെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഷീ കീപ്സ് ഓൺ ക്രിട്ടിസൈസിങ് മീ. ഇവിടെ നമ്മൾ കീപ്പ് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്തു. കാരണം സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ വെർബിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യും. ഷീ കീപ്സ് ഓൺ ക്രിട്ടിസൈസിങ് മീ. അവൾ എന്നെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു. പുതിയ ജോലി എങ്ങനെയുണ്ട്? ആളുകൾ ജോലി നമ്മൾ അവരോട് ചോദിക്കില്ലേ പുതിയ ജോലി എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു? അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗെറ്റ് ഓൺ. ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ ഇൻ യുവർ ന്യൂ ജോബ്? ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ ഇൻ യുവർ ന്യൂ ജോബ്? പുതിയ ജോലിയിൽ എങ്ങനെ പോകുന്നു? ഹൗ ആർ യു ഗെറ്റിംഗ് ഓൺ ഇൻ യുവർ ന്യൂ ജോബ്? അവൾക്ക് തന്റെ അയൽക്കാരുമായി നല്ല ബന്ധമാണ്, നല്ല റിലേഷൻഷിപ്പാണ്, രമ്യതയിലാണ് എന്നെല്ലാം പറയാനും നമുക്ക് ഗെറ്റ് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഷീ ഗെറ്റ്സ് ഓൺ വെൽ വിത്ത് ഹെർ നെയ്ബേഴ്സ്. ഷീ ഗെറ്റ്സ് ഓൺ വെൽ വിത്ത് ഹെർ നെയ്ബേഴ്സ്. നല്ല രീതിയിൽ പോകുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വെൽ എന്ന അഡ്വർബ് ഉപയോഗിക്കുന്നത്. ഷീ ഗെറ്റ്സ് ഓൺ വിത്ത് ഹെർ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാലും അയൽക്കാരുമായി ഒത്തുപോകുന്നു, രമ്യതയിൽ പോകുന്നു എന്ന അർത്ഥമുണ്ട്.
നല്ല രീതിയിൽ പോകുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വെൽ എന്നൊരു അഡ്വർബ് കൂടി ആഡ് ചെയ്യുന്നത്. ഷീ ഗെറ്റ്സ് ഓൺ വിത്ത് ഹെർ നെയ്ബേഴ്സ്. നല്ല രീതിയിലല്ല, നല്ല ബന്ധമല്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ഷീ ഡസൻ ഗെറ്റ് ഓൺ വിത്ത് ഹെർ നെയ്ബേഴ്സ്. അവൾ അവളുടെ അയൽക്കാരുമായി രമ്യതയിലല്ല. ഷീ ഡസൻ ഗെറ്റ് ഓൺ വിത്ത് ഹെർ നെയ്ബേഴ്സ്. ഞാൻ എൻ്റെ ജോലി നോക്കട്ടെ. നമ്മൾ ജോലി ചെയ്യുകയായിരുന്നു, അതിനിടയിൽ എന്തെല്ലാമോ തടസ്സം വന്നു, ജോലി തടസ്സപ്പെട്ടു, വീണ്ടും ജോലിയിലേക്ക് തിരിച്ചു പോകട്ടെ, ജോലി കണ്ടിന്യൂ ചെയ്യട്ടെ എന്നാണ് പറയേണ്ടത്. ലെറ്റ് മീ ഗെറ്റ് ഓൺ വിത്ത് മൈ വർക്ക്. ലെറ്റ് മീ ഗെറ്റ് ഓൺ വിത്ത് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി തുടരട്ടെ അല്ലെങ്കിൽ നോക്കട്ടെ, അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നർത്ഥം. ലെറ്റ് മീ ഗെറ്റ് ഓൺ വിത്ത് മൈ വർക്ക്. ലെറ്റ് മീ ഗെറ്റ് ഓൺ മൈ വർക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് മുന്നിൽ നമ്മൾ വിത്ത് എന്ന പ്രപ്പോസിഷൻ കൂടി ഉപയോഗിക്കുന്നുണ്ട്. പാലത്തിനടുത്ത് ഒരു ബോംബ് പൊട്ടി. ബോംബ് പൊട്ടുന്നതിനെ, പടക്കം പൊട്ടുന്നതിനൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഓഫ്. പൊട്ടി എന്നല്ലേ പറയേണ്ടത്, അപ്പൊ നമ്മൾ അതിന്റെ പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. എ ബോംബ് വെന്റ് ഓഫ് നിയർ ദ ബ്രിഡ്ജ്. പാലത്തിനടുത്ത് ഒരു ബോംബ് പൊട്ടി. എ ബോംബ് വെന്റ് ഓഫ് നിയർ ദ ബ്രിഡ്ജ്. പ്രസംഗം വളരെ ബോറിംഗ് ആയിരുന്നു. ദ സ്പീച്ച് വാസ് വെരി ബോറിംഗ്. ഞാൻ ഇടയിൽ ഉറങ്ങിപ്പോയി. ഐ ഡോസ്ഡ് ഓഫ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. The speech was quite boring. I dozed off in the middle of it. I dropped off എന്ന് നമുക്ക് പറയാം. I dozed off in the middle of it. ഞാൻ അതിനിടയിൽ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി എന്നർത്ഥം. ആ പഴയ കാറിന് 5 ലക്ഷം രൂപ കൊടുത്തോന്ന്. Did you pay 5 lakh rupees for that car? ആ പഴയ കാറിന്, for that used car അല്ലെങ്കിൽ old car. Did you pay 5 lakh rupees for that used car? 5 ലക്ഷം രൂപ കൊടുത്തോ? സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. യു പെയ്ഡ് 5 lakh rupees ഫോർ ദാറ്റ് യൂസ്ഡ് കാർ എന്നതാണ് അതിൻ്റെ അഫർമേറ്റീവ് ഫോം. അതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഡിഡ് യു പേ 5 lakh rupees ഫോർ ദാറ്റ് യൂസ്ഡ് കാർ. ആ പഴയ കാറിന് 5 ലക്ഷം രൂപ കൊടുത്തോ? അങ്ങനെയാണെങ്കിൽ അതൊരു പിടിച്ചു പറയാണ്. നിങ്ങളെ അവർ പറ്റിച്ചു, ഒരുപാട് പണം വാങ്ങിച്ചു എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം ഇറ്റ് വാസ് എ റിപ്പ് ഓഫ്. ഇറ്റ് വാസ് എ റിപ്പ് ഓഫ് അല്ലെങ്കിൽ യു ഹാവ് ബീൻ റിപ്ഡ് ഓഫ്. അവർ നിന്നെ പറ്റിച്ചു. ദേ റിപ്ഡ് യു ഓഫ് എന്നും പറയാം. ഞാൻ കുനിഞ്ഞ് ആ നാണയം എടുത്തു. നമ്മൾ കുനിയുന്നതിന് ബെൻഡ് ഡൗൺ എന്ന് പറയും. നിലത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്ത് ഉയർത്തുന്നതിന് പിക്കപ്പ് എന്ന് പറയാം. ഐ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ക്ഡ് അപ്പ് ദ കോയിൻ. ഐ ബെൻഡ് ഡൗൺ ആൻഡ് പിക്ക്ഡ് അപ്പ് ദ കോയിൻ. ഞാൻ കുനിഞ്ഞ് ആ നാണയം എടുത്തു. പിക്ക്ഡ് അപ്പ് ദ കോയിൻ. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി. ബിൽഡിങ്സും മറ്റൊക്കെ പൊളിച്ചു മാറ്റുന്നതിനെ കുറിച്ച് പറയാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് നോക്ക് ഡൗൺ. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി. ദ ഓൾഡ് ബിൽഡിംഗ് വാസ് നോക്ക് ഡൗൺ. പാസീവ് വോയിസിലാണ് അത്. ദേ നോക്ക് ഡൗൺ ദ ഓൾഡ് ബിൽഡിംഗ് എന്നതിന്റെ പാസീവ് ഫോം ആണ് ദ ഓൾഡ് ബിൽഡിംഗ് വാസ് നോക്ക് ഡൗൺ എന്നത്. ശാന്തനാകൂ. ആളുകൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയില്ലേ കാം ഡൗൺ. ദേഷ്യപ്പെടുന്നതിൽ ഒരു കാര്യവുമില്ല. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് ആംഗ്രി. ഒരു കാര്യവും ഇല്ല എന്ന് പറയാനാണ് ദർ ഈസ് നോ പോയിന്റ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് ആംഗ്രി. അവളെ വിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ ദർ ഈസ് നോ പോയിന്റ് ഇൻ കോളിംഗ് ഹെർ. അവളെ വിളിച്ചിട്ടൊരു കാര്യമില്ല, അവനോട് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് പറയണമെങ്കിൽ ദർ ഈസ് നോ പോയിന്റ് ഇൻ ടോക്കിംഗ് ടു ഹിം. അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാനാണ് നമ്മൾ ദർ ഈസ് നോ പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ING ഫോം വേണം യൂസ് ചെയ്യാൻ. കാം ഡൗൺ. ദർ ഈസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് ആംഗ്രി. നല്ല വേഗതയിലാണ് നീ വാഹനം ഓടിക്കുന്നത്. യു ആർ ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. അമിതമായ വേഗതയിലാണ് ഓടിക്കുന്നത്. വേഗം കുറയ്ക്കൂ. സ്ലോ ഡൗൺ. യു ആർ ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. അമിതമായ വേഗതയിൽ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ടു ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസൈറബിൾ അല്ലാത്ത എക്സ്ട്രീംസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത്. യു ആർ ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. സ്ലോ ഡൗൺ. പഞ്ചസാര കുറയ്ക്കാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു. ദ ഡോക്ടർ ടോൾഡ് മീ ടു കട്ട് ഡൗൺ ഓൺ ഷുഗർ. കട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നർത്ഥം. ദ ഡോക്ടർ ടോൾഡ് മീ ടു കട്ട് ഡൗൺ ഓൺ ഷുഗർ. ഒബ്ജക്റ്റായ ഷുഗറിന് മുന്നിൽ ഓൺ എന്നൊരു പ്രപ്പോസിഷൻ കൂടി അവിടെ വരുന്നുണ്ട്. ദ ഡോക്ടർ ടോൾഡ് മീ ടു കട്ട് ഡൗൺ ഷുഗർ അല്ല, കട്ട് ഡൗൺ ഓൺ ഷുഗർ. ഫാറ്റി ഫുഡ്സ് ആണെന്നുണ്ടെങ്കിൽ കട്ട് ഡൗൺ ഓൺ ഫാറ്റി ഫുഡ്സ്. കോഫി ആണെങ്കിൽ കട്ട് ഡൗൺ ഓൺ കോഫി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. ഉപകരണങ്ങളെല്ലാം കേടുവരുന്നതിനെ കുറിച്ച് പറയാൻ നമുക്ക് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. കാർ കേടുവന്നു. ദ കാർ ബ്രോക്ക് ഡൗൺ. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഓൺ ദ വേ ഹോം അല്ലെങ്കിൽ ഓൺ മൈ വേ ഹോം. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹോം. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹോം. നിനക്ക് അവനെ എന്നും ആശ്രയിക്കാം. ഒരാളെ നമുക്ക് എന്നും വിശ്വസിക്കാം എന്നാണ് പറയേണ്ടത്. യു ക്യാൻ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ഹിം അല്ലെങ്കിൽ റിലൈ ഓൺ ഹിം. യു ക്യാൻ ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ഹിം. ഡിപ്പെൻഡ് ആയാലും റിലൈ ആയാലും അതിനുശേഷം ഓൺ എന്നൊരു പ്രപ്പോസിഷൻ അവിടെ വരുന്നുണ്ട്. യു ക്യാൻ ഓൾവേസ് ഡിപ്പെൻഡ് ഹിം എന്ന് പറഞ്ഞാൽ പോരാ, ഡിപ്പെൻഡ് ഓൺ ഹിം. നിനക്ക് എന്നും അവനെ ആശ്രയിക്കാം. അവൻ ഒരിക്കലും നിന്നെ നിരാശപ്പെടുത്തില്ല. ഹി വിൽ നെവർ ലെറ്റ് യു ഡൗൺ. ആളുകളെ നിരാശപ്പെടുത്തുന്നതിന്, അവരെ പറഞ്ഞു പറ്റിക്കുന്നതിനെല്ലാം നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് ലെറ്റ് ഡൗൺ.
ഹി വിൽ നെവർ ലെറ്റ് യു ഡൗൺ. അവൻ ഒരിക്കലും നിന്നെ നിരാശപ്പെടുത്തില്ല, പറ്റിക്കില്ല എന്നർത്ഥം. ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഇന്നും നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വെർബ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. താങ്ക് യു ഫോർ വാച്ചിങ്.